Hello dear students. Next we are going to discuss about the shortest path algorithms from 6th module. Here it includes two algorithms. The first one is we need to find out the shortest path between two vertices, that is a pair of vertices, that is source vertex and a target vertex. Next we have to find out the shortest path between all pair of vertices. Okay, so first one is shortest path from a specified vertex to another specified vertex, and this algorithm can also be termed as Dijkstra's algorithm. Okay, so to find the shortest path from a specified vertex x to another specified vertex t, which can be stated as, here we have a simple weighted digraph G. The graph is simple weighted. Weighted means every edge is associated with a real value. Then digraph means each and every edge is directed, and it consisting of n vertices, and it is described by an n by n matrix D, and each value of the n by n matrix D is D of ij, where D of ij contains the length or the distance or the weight of the directed edge from vertex I to vertex J. Okay, and that D of ij is greater than or equal to 0. അതായത് ഈ ഷോർട്ടസ്റ്റ് പാത്ത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഒരു ഡയറക്റ്റഡ് ഗ്രാഫ് ആയിരിക്കും, വെയ്റ്റഡ് ഗ്രാഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഗ്രാഫിലെ നമ്മൾ വേർട്ടെക്സ് ഒരു n by n വേർട്ടെക്സ് ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, കൺസിസ്റ്റിംഗ് ഓഫ് n വേർട്ടെക്സ്, ദാറ്റ് ഇസ് 1:n, n rows and n columns, and each value of D of ij. അപ്പോൾ ഇവിടെ ഐനെയും ജെയിനെയും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു വേർട്ടെക്സ് ആണ്. ഇഫ് ഐക്കും ജെയ്ക്കും ഇടയ്ക്കൊരു എഡ്ജ്, ഡയറക്റ്റഡ് എഡ്ജ് ഉണ്ടെങ്കിൽ ആ ഡി ഓഫ് ഐ ജെ എന്ന് പറയുന്നത് ആ ഡയറക്റ്റഡ് എഡ്ജിന് ഇടയ്ക്കുള്ള അല്ലെങ്കിൽ അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ദിസ് ഈസ് ഐ ആൻഡ് ദിസ് ഈസ് ജെ, വി ഹാവ് എ ഡയറക്റ്റഡ് എഡ്ജ് ബിറ്റ്വീൻ ദം, ആൻഡ് ഇഫ് ദ വാല്യൂ ഇസ് 5, so if this is 1 and this is 3, d of 1 3 equal to 5. Okay, and if there is no edge exist between d of exist between 1 and 3, 1ഉം 3ഉം തമ്മിൽ എഡ്ജ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഡി ഓഫ് ഐ 3 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്. ദെൻ ഡി ഓഫ് 1 1 അല്ലെങ്കിൽ ഡി ഓഫ് 3 3 എല്ലാം നമ്മൾ 0 ആയിട്ടായിരിക്കും സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ D of ij is the length or the distance or the weight of the directed edge from the vertex I to vertex j, and it is always greater than or equal to 0. D of I to I, that is between same vertices, the distance is 0, and D of ij equal to infinity if no edge exists between I and j. Okay, then description of Dijkstra's algorithm. In this algorithm, we have to label all the vertices of the given diagraph. അതായത് നമുക്ക് തന്നിട്ടുള്ള ഗ്രാഫിലെ എല്ലാ വേർട്ടിസസിനും നമ്മളൊരു നെയിം അല്ലെങ്കിൽ ഒരു ലേബൽ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദീസ് ലേബിൾസ് ആർ ഓഫ് ടു ടൈപ്സ്: പെർമനൻറ്റ് ലേബിൾസ് ആൻഡ് ടെമ്പററി ലേബിൾസ്. പെർമനൻറ്റ് ലേബിൾസ് മീൻസ് വൺ ദാറ്റ് ലേബിൾ ഈസ് സെലക്റ്റഡ് ആസ് എ പെർമനൻറ്റ്, ഇറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ്. ടെമ്പററി ലേബിൾ മീൻസ് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും മേ ബി ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. Okay, so initially we have to find out a distance or the shortest path from a source vertex to target vertex. Okay, so നമ്മളൊരു സോഴ്സ് വേർട്ടെക്സും സ്പെസിഫൈ ചെയ്തേക്കും, ടാർഗറ്റ് വേർട്ടെക്സും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഹിയർ ദ അൽഗോരിതം ബിഗൻസ് ബൈ അസൈനിങ് എ പെർമനൻറ്റ് ലേബൽ 0 ടു ദ സ്റ്റാർട്ടിംഗ് വേർട്ടെക്സ് എസ്. നമുക്ക് ഏതാണോ സ്റ്റാർട്ടിംഗ് വേർട്ടെക്സ് അതിന് ഇനിഷ്യലി തന്നെ നമ്മളൊരു പെർമനൻറ്റ് ലേബിൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് 0. ദെൻ ടെമ്പററി ലേബിൾസ് ഇൻഫിനിറ്റി ടു ദ റിമൈനിങ് n-1 വെർട്ടിസസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റായിട്ട് ഇനിഷ്യലി നമ്മൾ ചെയ്യേണ്ടത്, ഇനിഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഏത് വേർട്ടെക്സ് ആണോ സ്റ്റാർട്ടഡ് ഓർ സോഴ്സ് വേർട്ടെക്സ് അതിന് നമ്മൾ 0 എന്ന് പറയുന്ന ഒരു പെർമനൻറ്റ് ലേബിൾ അസൈൻ ചെയ്യും. റിമൈനിങ് n-1, ദാറ്റ് മീൻസ് റിമൈനിങ് ഓൾ വേർട്ടിസസ് including the target vertex, we have to assign the temporary label
ഇൻഫിനിറ്റി. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ ആദ്യമേ സ്റ്റാർട്ടിങ് സോഴ്സ് വേർട്ടെക്സിന് 0യും ബാക്കിയുള്ള എല്ലാ വേർട്ടിസസിനും ഇൻഫിനിറ്റി എന്ന് പറയുന്ന ടെമ്പററി ലേബലും അസൈൻ ചെയ്തു. 0 എന്ന് പറയുന്നത് പെർമനൻറ്റ് ലേബലാണ്. ദെൻ പിന്നീട് ഓരോ ടൈമും ഒരു ഐട്രേഷൻ കഴിയുമ്പോഴും, ഐട്രേഷൻ മീൻസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 2 സ്റ്റെപ്സ്, ഓരോ ടൈം 2 സ്റ്റെപ്സ് കഴിയുമ്പോഴും നമുക്ക് ടെമ്പററി ലേബൽ അസൈൻ ചെയ്ത് കൊടുത്തേക്കുന്ന ഓരോരുത്തരെയും, അതായത് അറ്റ് വൺ ടൈം ഓരോരുത്തർക്കും നമുക്ക് പെർമനൻറ്റ് ലേബൽ അസൈൻ ചെയ്ത് കൊടുക്കും. മനസ്സിലായോ? From after each iteration we have to select a vertex as a permanent one. ടെമ്പററി ലേബൽ അസൈൻ ചെയ്ത് കൊടുത്തേക്കുന്ന ഓരോ തിരയായിട്ട് നമ്മളിങ്ങനെ പെർമനൻ്റ് ആക്കും. ദെൻ എപ്പോഴാണോ നമ്മുടെ ടാർഗറ്റ് വേർട്ടെക്സ് പെർമനൻ്റ് ആവുന്ന ആ സമയത്ത് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഐട്രേഷൻസ് അല്ലെങ്കിൽ ആ 2 സ്റ്റെപ്സ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, സോ ഫ്രം ദെൻ ഓൺ each iteration another vertex gets a permanent label by following the rules. Okay, so നമ്മൾ ഇനിഷ്യലി സോഴ്സ് വേർട്ടെക്സിന് ഒരു പെർമനൻറ്റ് ലേബൽ 0യും റിമൈനിങ് n-1 വേർട്ടക്സിന് ഇൻഫിനിറ്റി വാല്യൂ അസൈൻ ചെയ്തതിന് ശേഷം 2 സ്റ്റെപ്സ് വെച്ച് നമ്മളിങ്ങനെ ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അതിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് എവറി വേർട്ടെക്സ് j that is not permanently labeled gets a new temporary label according to the equation minimum of old label of j, comma old label of I plus d of ij. And here I is the latest vertex that is permanently labeled in the previous iteration, and d of ij is the direct distance between I and j. If there is no direct distance, that means if I and j are not joined by nets, then d of ij equal to infinity. ഓക്കെ, അപ്പം നമ്മൾ 2 സ്റ്റെപ്സ് ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഒരു വേർട്ടെക്സിന് പെർമനൻറ്റ് ലേബൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വേർട്ടെക്സിനെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഓരോ ഫസ്റ്റ് സ്റ്റെപ്പിലും നമ്മൾ ടെമ്പററി ലേബൽ അസൈൻ ചെയ്ത് കൊടുത്തേക്കുന്ന വേർട്ടെക്സസിനെ 1 by 1 ആയിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, ആ ടെമ്പററി ലേബൽ കൊടുത്തിട്ടുള്ള വേർട്ടെക്സിനെ നമ്മൾ ജെ എന്നാണ് അസൈൻ ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ഐട്രേഷനിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഇപ്പോൾ ആരെയാണോ നമ്മൾ പെർമനൻറ്റ് ലേബലായിട്ട് സെലക്ട് ചെയ്തേക്കുന്നത് അയാളെ ഐ ആയിട്ട് അസൈൻ ചെയ്യും. ഓക്കെ, സോ ലാസ്റ്റ് പെർമനൻ്റ് ആയിട്ടുള്ള ആളെ നമ്മൾ ഐ ആയിട്ട് അസൈൻ ചെയ്യും. ദെൻ ഓരോ ടെമ്പററി ലേബൽ അസൈൻ ചെയ്ത് കൊടുത്തേക്കുന്ന വേർട്ടെക്സിനെ നമ്മൾ ജെ ആയിട്ട് അസൈൻ ചെയ്യും. ദെൻ ഈ ടെമ്പററി ലേബൽ അസൈൻ ചെയ്ത് കൊടുത്തേക്കുന്ന വേർട്ടിസസിനെല്ലാം ഒരു ന്യൂ ടെമ്പററി ലേബൽസ് അസൈൻ ചെയ്ത് കൊടുക്കും ഇൻ ദിസ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആ ന്യൂ ടെമ്പററി ലേബൽ അസൈൻ ചെയ്ത് കൊടുക്കുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് മിനിമം ഓഫ്. ഓക്കെ, അതായത് 2 വാല്യൂസ് ഉണ്ടായിരിക്കും. ആ 2 വാല്യൂസിന് ഏതാണോ മിനിമം ആ മിനിമം വാല്യൂ ആണ് ഈ ജെയ്ക്ക് പുതിയ ടെമ്പററി ലേബലായിട്ട് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ ഹിയർ വി കൺസിഡർ 2 വാല്യൂസ്. ഫസ്റ്റ് വാല്യൂ ഈസ് ഓൾഡ് വാല്യൂ ഓഫ് ജെ, അതായത് നമ്മളിപ്പോൾ ഏത് വേർട്ടെക്സിനെയാണോ എടുത്തത് അയാൾക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ടായിരിക്കുന്ന ഓൾഡ് വാല്യൂ. ഓക്കെ, ദ സെക്കൻഡ് വാല്യൂ ഈസ് വാല്യൂ ഓഫ് ദിസ് പെർമനൻറ്റ് ലേബൽ ഐ. നമ്മളിപ്പോൾ ഒരാളെ പെർമനൻ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അയാളുടെ വാല്യൂവും ദെൻ ടി ഓഫ് ഐ ജെ. ടി ഓഫ് ഐ ജെ മീൻസ് നമ്മൾ ഈ പെർമനൻ്റ് ആയിട്ട് എടുത്തേക്കുന്ന ആളും അതുപോലെ നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള ജെയും തമ്മിൽ ഡയറക്റ്റഡ് ആയിട്ടുള്ളൊരു എഡ്ജ് ഉണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസ് ആണ് ഡി ഓഫ് ഐ ജെ. ഓക്കെ, അങ്ങനെ നമ്മൾ 2 ഡിസ്റ്റൻസ് ഇവിടെ കൺസിഡർ ചെയ്യും. ദാറ്റ് മീൻസ് ഫസ്റ്റ് വൺ ഈസ് ഓൾഡ് വാല്യൂ ഓഫ് ജെ, സെക്കൻഡ് വാല്യൂ ഈസ് ദ പെർമനൻറ്റ് അസൈൻഡ് വേർട്ടെക്സിൻ്റെ വാല്യൂ, ഐയുടെ വാല്യൂവും ദെൻ വാല്യൂ ഓഫ് ഐ, ദെൻ ഐയിൽ നിന്ന് ജെയിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിസ്റ്റൻസ്. അത് രണ്ടും കൂടെ സമം ചെയ്യും. ഇതിലേതാണോ മിനിമം വാല്യൂ അതാണ് നമ്മുടെ ന്യൂ ടെമ്പററി ലേബലായിട്ട് ജെയ്ക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ ഈ ഓൾഡ് വാല്യൂ തന്നെയായിരിക്കും മിനിമം, അപ്പോൾ നമ്മുടെ ഈ ജെയ്ക്ക് വാല്യൂ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് വാല്യൂ ആയിരിക്കും മിനിമം. സെക്കൻഡ് വാല്യൂ ആണ് മിനിമം എങ്കിൽ ജെയ്ക്ക് ഒരു ന്യൂ ലേബൽ നമുക്ക് അവിടെ അസൈൻ ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി ഈ ഡി ഓഫ് ഐ ജെ എന്ന് പറയുന്നത് നമ്മുടെ
പെർമനൻറ്റ് ലേബലിനും അതുപോലെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ടെമ്പററി വേർട്ടെക്സിനും തമ്മിൽ ഡയറക്റ്റഡ് ആയിട്ട് ഒരു എഡ്ജ് ഒന്നും ഇല്ലെങ്കിൽ ഈ ഡി ഓഫ് ഐ ജെ എന്ന് പറയുന്നത് ഇൻഫിനിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻഫിനിറ്റീവ് പ്ലസ് എനി വാല്യൂ, ദിസ് വാല്യൂ പ്ലസ് ഇൻഫിനിറ്റീവ് ആണെങ്കിൽ ഈ ഹോൾ വാല്യൂ ഇൻഫിനിറ്റീവ് ആയി പോകത്തതേ ഉള്ളൂ. സോ ഓൾ വാല്യൂസ് ആർ ലെസ് ദാൻ ഇൻഫിനിറ്റീവ്. സോ ഇൻ ദാറ്റ് കേസ് ഈ ഓൾഡ് വാല്യൂ തന്നെ ആയിരിക്കും മിനിമം. മനസ്സിലായോ? രണ്ട്, നമ്മളിപ്പോൾ ഒരു പെർമനൻറ്റ് വേർട്ടെക്സ് ഐയും എടുക്കുമെന്ന് പറഞ്ഞു. ദെൻ ഒരു ജെ എന്ന് പറയുന്ന വേർട്ടിസസ് കൊടുക്കും, അതായത് പെർമനൻ്റ് അല്ലാത്ത എല്ലാ വേർട്ടിസസിനും ഇടയ്ക്കും. ഓക്കെ, അപ്പോൾ ഈ ജെയും ഐയും തമ്മിലൊരു ഡയറക്റ്റഡ് എഡ്ജ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡി ഓഫ് ഐ ജെ എന്ന് പറയുന്നത് നമുക്ക് ഇൻഫിനിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇൻഫിനിറ്റീവ് ആകുമ്പോൾ നമ്മുടെ ഇക്വേഷൻ മിനിമം ഓഫ് ഓൾഡ് വാല്യൂ ഓഫ് ജെ പ്ലസ് ഐയുടെ വാല്യൂ ഐയുടെ വാല്യൂ പ്ലസ് ഡി ഓഫ് ഐ ജെ. ഈ ഡി ഓഫ് ഐ ജെ ഐക്കും ജെക്കും തമ്മിൽ എഡ്ജ് ഒന്നുമില്ലെങ്കിൽ ഇൻഫിനിറ്റീവ് ആകുമ്പോൾ ഐ പ്ലസ് ഇൻഫിനിറ്റീവ് തന്നെ ആവും. ദെൻ ആ കേസിൽ നമ്മൾ ഓൾഡ് വാല്യൂ ആയിട്ട് എടുക്കുന്നത്, മിനിമം വാല്യൂ ആയിട്ട് എടുക്കുന്നത് എപ്പോഴും ഓൾഡ് ഓഫ് ജെ ആയിരിക്കും. അതായത് പറഞ്ഞു വന്നത്, നമ്മളൊരു പെർമനൻറ്റ് വേർട്ടെക്സ് എടുത്തു കഴിഞ്ഞാൽ ആ പെർമനൻറ്റ് വേർട്ടെക്സുമായിട്ട് ഡയറക്റ്റഡ് എഡ്ജായിട്ടുള്ള ജെയുടെ കേസിൽ മാത്രമേ നമുക്ക് ഇക്വേഷൻ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യേണ്ടെന്ന് ആവശ്യമുള്ളൂ. ഇൻ കേസ് ഇവർ രണ്ടുപേരും തമ്മിൽ എഡ്ജൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്താലും ഇല്ലെങ്കിലും ഈ ജെയുടെ വാല്യൂവിന് ചേഞ്ച് ഒന്നും വരില്ല. അത് ഇക്വേഷൻ എക്സാമ്പിൾ വഴി നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് വഴി ടെമ്പററി അസൈൻഡ് വാല്യൂസിനെല്ലാം ടെമ്പററി വാല്യബിൾസ് ഉള്ള ഏതൊക്കെ വേർട്ടിസസ് ആണോ അതിനെല്ലാം ഒരു ന്യൂ വാല്യൂ നമ്മൾ അസൈൻ ചെയ്യും. മേ ബി ന്യൂ വാല്യൂ കാണും, അല്ലെങ്കിൽ ഓൾഡ് വാല്യൂ ആയിരിക്കും. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ ദ സ്മോളസ്റ്റ് വാല്യൂ എമോങ് ഓൾ ദ പെർമനൻറ്റ് ടെമ്പററി ലേബിൾസ്, നമ്മൾ ഇപ്പോൾ അസൈൻ ചെയ്ത് കൊടുത്തേക്കുന്ന ടെമ്പററി ലേബിൾസിലെ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ വി ഹാവ് ടു സെലക്ട് ദാറ്റ് സ്മോളസ്റ്റ് വാല്യൂ ആൻഡ് ദിസ് ബിക്കംസ് ദ പെർമനൻറ്റ് ലേബിൾ ഓഫ് ദ കറസ്പോണ്ടിങ് വേർട്ടെക്സ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ന്യൂ ടെമ്പററി വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളതിൽ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ഏതാണോ അതിനെയായിരിക്കും നെക്സ്റ്റ് പെർമനൻറ്റ് ലേബിൾഡ് വേർട്ടെക്സ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, വീണ്ടും അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് കഴിയുമ്പോൾ നമുക്കൊരു ന്യൂ പെർമനൻറ്റ് ലേബിൾ കിട്ടും. ദെൻ അടുത്ത ഐട്രേഷനിലോട്ട് പോകുമ്പോൾ നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പ്രീവിയസ് ഐട്രേഷൻ വഴി കിട്ടിയ പെർമനൻറ്റ് ലേബിളായിരിക്കും ന്യൂ ഐ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. വീണ്ടും ഈ പ്രൊസീജിയർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. So here step 1 and 2 are repeated alternatively until the destination vertex T gets a permanent label. എപ്പോഴാണോ നമ്മളൊരു സെക്കൻഡ് സ്റ്റെപ്പ് വഴി നമ്മുടെ ടാർഗറ്റ് വേർട്ടെക്സ് ഒരു പെർമനൻറ്റ് ലേബൽ ആകുന്നത് അതുവരെ നമ്മൾ ഈ 1, 2 എന്ന് പറയുന്ന സ്റ്റെപ്സ് ഒരു ഐട്രേഷനായിട്ട് ഇങ്ങനെ റെപ്പിറ്റേറ്റീവായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. Okay, so this is the procedure that we followed here. Okay, സോ ലാസ്റ്റ് നമുക്ക് ടാർഗറ്റ് വേർട്ടെക്സ് ഒരു പെർമനൻറ്റ് ലേബിളായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ടാർഗറ്റ് വേർട്ടെക്സിൽ കിട്ടുന്ന പെർമനൻറ്റ് ലേബിൾഡ് വാല്യൂ ആയിരിക്കണം ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, സോ ഹിയർ വി ഹാവ് ടു കൺസിഡർ ഓൺലി 2 steps. Initially the algorithm begins by assigning a permanent label 0 to the starting vertex and assign infinity to the remaining vertices. Then we have to follow 2 steps. In the first step, we have to take a permanent labeled vertex, that is the one we got from the previous iteration. Previous iteration ആരെയാണോ പെർമനൻ്റ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്, റീസെൻറ്റ് പെർമനൻ്റ് ആളെയാണ് ഐ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. ദെൻ റിമൈനിങ് എല്ലാ വേർട്ടിസസിനെയും ടെമ്പററി ആയിട്ടുള്ള ലേബിൾസ് ഉള്ള എല്ലാ വേർട്ടിസസിനെയും നമ്മൾ ജെ ആയിട്ട് എടുക്കും. ദെൻ ജെക്ക് ഒരു ന്യൂ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കും യൂസിങ് ദ ഇക്വേഷൻ ഓൾഡ് ലേബിൾ ഓഫ് ജെ ഓൾഡ് ലേബിൾ ഓഫ് ഐ പ്ലസ് ഡി ഓഫ് ഐ ജെ. അപ്പോൾ ഈ കേസിൽ നമ്മൾ ആദ്യമേ ജെയുടെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വാല്യൂ നോക്കുക. ദെൻ പെർമനൻറ്റ് ലേബലിൻ്റെ വാല്യൂ പ്ലസ് പെർമനൻറ്റ് ലേബലിൻ്റെ വേർട്ടെക്സിൽ നിന്ന് ജെയിലോട്ട് എത്താനുള്ള ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിന് രണ്ടിനെയും സം ചെയ്ത് മിനിമം വാല്യൂ എടുക്കുക. ഇൻ കേസ് രണ്ട് പേരും തമ്മിൽ നമ്മൾ എടുക്കുന്ന വേർട്ടിസസ് തമ്മിൽ ഡയറക്റ്റഡ് എഡ്ജൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഡി ഓഫ് ഐ ജെ ഇൻഫിനിറ്റീവ് ആയിരിക്കും. ആ കേസിൽ ഇൻഫിനിറ്റി വാല്യൂ പ്ലസ്
ദിസ് വാല്യൂ ഇൻഫിനിറ്റീവ് ആണെങ്കിൽ പ്ലസ് ഓൾഡ് വാല്യൂ ഓഫ് ഐ എന്ന് പറയുന്നതും ഇൻഫിനിറ്റീവ് തന്നെയായിരിക്കും വരുന്നത്. ദാറ്റ് മീൻസ് ദിസ് വാല്യൂ ഇസ് സെലക്റ്റഡ്. ദാറ്റ് മീൻസ് ഇഫ് നോ നമ്മൾ ആകെ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത് ഐയും ജെയും തമ്മിൽ, അല്ലെങ്കിൽ ഐയുടെ നൈബേഴ്സ് ആരാണോ ആ നൈബേഴ്സിൻ്റെ നൈബേഴ്സിനെ മാത്രമേ നമുക്ക് ജെ ആയിട്ട് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കി എല്ലാ വേർട്ടിസസിൻ്റെയും വാല്യൂ ഓൾഡ് വാല്യൂ ഓഫ് ജെ തന്നെ ആയിരിക്കും. ഓക്കെ, നൈബേഴ്സിൻ്റെ മാത്രം ന്യൂ ഒരു ലേബിൾസ് അസൈൻ ചെയ്ത് കൊടുത്താൽ മതിയാകും. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ അസൈൻ ചെയ്ത് കൊടുത്തേക്കുന്ന വാല്യൂവിൽ ഏറ്റവും ലോവസ്റ്റ് വണ്ണിന് നമ്മൾ പെർമനൻറ്റ് ലേബിളായിട്ട് അസൈൻ ചെയ്യും. ദിസ് പ്രോസസ് വിൽ കണ്ടിന്യൂ അൺടിൽ ദ ഡെസ്റ്റിനേഷൻ വേർട്ടെക്സ് ഓർ ദ ടാർഗറ്റ് വേർട്ടെക്സ് ടി gets a permanent label. Next there is an example. So here the permanent labels will be shown as enclosed in a square. നമ്മൾ പെർമനൻറ്റ് ലേബിൾസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ആ വാല്യൂവിനെ സ്ക്വയറിൽ എൻക്ലോസ് ചെയ്യും. ആൻഡ് ദ മോസ്റ്റ് റീസെൻ്റ്ലി അസൈൻ പെർമനൻറ്റ് ലേബിൾ ഈസ് ഇൻഡിക്കേറ്റഡ് ആസ് ടിക്ക്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന പെർമനൻറ്റ് ലേബിൾസിനെ എൻക്ലോസ് ചെയ്ത് സ്ക്വയറിൻ്റെ കൂടെ ടിക്കും കൂടെ ഡിനോട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ there is an example. It consisting of the vertices A, B, C, D, E, F, G. Okay, this is a simple graph, weighted graph. എല്ലാ verticesൻ്റെ എഡ്ജസിനും കൂടെ വെയിറ്റ് ഉണ്ട്. Then directed ആണ്. So here the source vertex is B and the target vertex is G. Okay, so first നമ്മൾ ചെയ്യേണ്ടുന്നത് വേർട്ടിസസിനെ ഓർഡറിൽ എഴുതുക. ദാറ്റ് മീൻസ് A, B, C, D, E, F, G. ഓക്കെ, സോ വേർട്ടിസസിനെ കറക്റ്റ് ഓർഡറിൽ തന്നെ എഴുതുക. 1 2 3 ആണെങ്കിൽ 1 2 3, ABCD ആൽഫബറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ആൽഫബറ്റ്സിൻ്റെ ഓർഡർ തന്നെ കീപ്പ് ചെയ്യാം. Here the source vertex is B and the target vertex is G. Okay, so our initial step is we have to give the permanent label, that is a value 0 to B, and remaining all values are infinitive, and the first permanent labeled vertex is B. Okay, കണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ പെർമനൻറ്റ് ലേബൽ ആണെന്ന് കാണിക്കാൻ വേണ്ടി, പെർമനൻ്റ്ലി ലേബിൾഡ് വേർട്ടെക്സ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ആ കറസ്പോണ്ടിങ് വാല്യൂവിനെ നമ്മൾ സ്ക്വയറിൽ എൻക്ലോസ് ചെയ്യും. ആൻഡ് ടിക്ക് ഇട്ടേക്കുന്നത് ഇപ്പോൾ അതിനെ പെർമനൻ്റ് ആയിട്ട് സെലക്ട് ചെയ്തു. ഓക്കെ, സോ സ്റ്റാർട്ടിംഗ് വേർട്ടെക്സ് B is labeled as 0 and it is permanent. Then നമ്മൾ 2 സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ബിയുടെ ഇമ്മീഡിയറ്റ് നൈബേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കണം. ഓക്കെ, സോ ഹിയർ ബിയുടെ ഇമ്മീഡിയറ്റ് നൈബർ ഡയറക്ഷൻ വെച്ചിട്ട് വേണം നോക്കാൻ. എയും ഉണ്ട്, സിയും ഉണ്ട്. എയിലോട്ടുള്ള ഡയറക്റ്റഡ് ഡിസ്റ്റൻസ് 7, ബിയിലോട്ടുള്ള ഡയറക്റ്റഡ് ഡിസ്റ്റൻസ് 1. ഓക്കെ, സോ ഹിയർ പെർമനൻ്റ് വാല്യൂ ഐ എന്ന് പറയുന്നത്, പെർമനൻ്റ് വാല്യൂ ഐ ഈസ് ബി. ദെൻ ജെയിൽ നമുക്ക് എടുക്കേണ്ടത് അതിൻ്റെ ഇമ്മീഡിയറ്റ് നൈബേഴ്സ് ആയിട്ടുള്ള എയും സിയുമാണ്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ഇക്വേഷൻ എയുടെ ന്യൂ വാല്യൂ മിനിമം ഓഫ് എയുടെ ഇപ്പോൾ ഉള്ള വാല്യൂ, എക്ക് നമ്മളിപ്പോൾ കൊടുത്തേക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റീവാണ്, കോമ ബിയുടെ വാല്യൂ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 0 ആണ് കൊടുത്തത്. ഇക്വേഷൻ അറിയാലോ, മിനിമം ഓഫ് ഓൾഡ് വാല്യൂ ഓഫ് ജെ ഇൻഫിനിറ്റീവ്, ഓൾഡ് വാല്യൂ ഓഫ് ഐ ബി ആണ്, അതിൻ്റെ വാല്യൂ 0 പ്ലസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബി ടു എ. ഇവിടെ ഐ ടു ജെ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇവിടുത്തെ ഐ എന്ന് പറയുന്ന ബിയും ജെ എന്ന് പറയുന്ന എയും, അപ്പം ബിയും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? 7. ദാറ്റ് ഈസ് മിനിമം ഓഫ് ഇൻഫിനിറ്റീവ് പ്ലസ് കോമ 7. അതിൻ്റെ മിനിമം വാല്യൂ എന്താണ്? 7 ആണ്. സോ എയുടെ ന്യൂ വാല്യൂ 7. നെക്സ്റ്റ് വൺ ഈസ് സി.
according to equation minimum of c യുടെ old value infinity b യുടെ value 0 plus a to c എന്ന് പറയുന്നത് 0 plus 1. So here minimum value is 1. Okay. So എയുടെ അവിടെ 7 കൊടുത്തു, ബിയുടെ അവിടെ 1 കൊടുത്തു. ഇനി നമ്മൾ ഡി ഇ എഫ് ജി അതെല്ലാം ജെ ആണ്. പക്ഷേ ആ ജെയുടെ എല്ലാം ന്യൂ വാല്യൂസ് നമ്മൾ അസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജെയുടെ ഓൾഡ് വാല്യൂ തന്നെയായിരിക്കും മിനിമം. ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ ഇഫ് യു ടേക്ക് ബി ആസ് ഐ ആൻഡ് ടി ആസ് ജെ. Okay, so according to equation minimum of data old value infinity plus b യുടെ വാല്യൂ 0 പ്ലസ് ഈ ബിയും ഡിയും തമ്മിൽ എഡ്ജ് ഒന്നും ഇല്ല, സോ ഇൻഫിനിറ്റീവ്. സോ ഹിയർ ഇൻഫിനിറ്റീവ് ദാറ്റ് ഈസ് ഓൾഡ് വാല്യൂസ് ഓൾസോ എന്ത് തന്നെയാണ്, ഇൻഫിനിറ്റീവ് തന്നെ കിട്ടത്തുള്ളൂ. ഇനി മിനിമം ഓഫ് ഓൾറെഡി ഇപ്പോൾ ഡിക്ക് ഒരു 5 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടായിരിക്കട്ടെ. ഇവിടെ 1 പ്ലസ് ഇൻഫിനിറ്റീവ് ആണെങ്കിലും ദിസ് വാല്യൂസ് ഇൻഫിനിറ്റീവ്. ആ കേസിൽ നമുക്ക് മിനിമം നേരത്തെ ഉണ്ടായിരുന്ന വാല്യൂ എന്താണോ അത് തന്നെയായിരിക്കും എടുക്കുന്നത്. സോ നമ്മൾ ഒരു ഐ എടുക്കുമ്പോൾ ഐയുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നൈബേഴ്സിന് മാത്രം ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്താൽ മതി. നൈബേഴ്സ് അല്ലാത്ത വേർട്ടിസസിൻ്റെ എല്ലാം ഉണ്ടായിരുന്ന വാല്യൂ തന്നെ ആയിരിക്കും മിനിമം. ഓക്കെ, സോ ഹിയർ എയുടെ നൈബേഴ്സ് ബിയുടെ നൈബേഴ്സ് എയും സിയും ആയിരുന്നു. രണ്ടുപേർക്കും ന്യൂ വാല്യൂസ്, ന്യൂ ടെമ്പററി ലേബിൾസ് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, സോ ഇൻ ദ സെക്കൻഡ് സ്റ്റെപ്പ് എമോങ് ദാറ്റ് മിനിമം വാല്യൂ ദാറ്റ് ഈസ് 1 ഇറ്റ് ഈസ് സെലക്റ്റഡ് ആസ് ദ ന്യൂ പെർമനൻറ്റ് ലേബിൾഡ് വേർട്ടെക്സ്. സോ ബി മാറി, ഇപ്പോൾ സി ആയി പെർമനൻറ്റ് ലേബിൾഡ് വേർട്ടെക്സ്. ഇനി നമ്മൾ വീണ്ടും ഈ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യുവാണ്. ഓക്കെ, വീണ്ടും സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യുക മീൻസ് ഇവിടെ സിയുടെ വാല്യൂ 1 ആണ്, സി ആണ് ന്യൂ ഐ. ഓക്കെ, സോ ഹിയർ ഐ ഈക്വൽ ടു സി. സിയുടെ നൈബേഴ്സ് ആരൊക്കെയാണ്? അക്കോർഡിംഗ് ടു ഡയറക്ഷൻ നോക്കി വേണം എഴുതാൻ. ദാറ്റ് ഈസ് സിയിൽ നിന്ന് പോകുന്നു. സിയുടെ നൈബർ എ വരുന്നുണ്ട്, ദെൻ ഇ വരുന്നുണ്ട്, ദെൻ എഫ് വരുന്നുണ്ട്. ബി എടുക്കില്ല, കാരണം ബിയിൽ നിന്നാണ് നമ്മൾ സിയിലോട്ട് പോകുന്നത്. സിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എഡ്ജസ് എൻഡ് ചെയ്യുന്ന വേർട്ടസസ് മാത്രമേ നമ്മൾ നൈബേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ എ ഇ എഫ്. ഓക്കെ, ഐ ഈക്വൽ ടു സി, ജെ ഈക്വൽ ടു എ ഇ എഫ്. ഫസ്റ്റ് എ കൺസിഡർ ചെയ്യുക. മിനിമം ഓഫ് എക്ക് ഇപ്പം നമ്മൾ കൊടുത്തിരുന്ന വാല്യൂ 7 ആയിരുന്നു. ദെൻ സിയുടെ വാല്യൂ 1 പ്ലസ് സി ടു എ ഡിസ്റ്റൻസ് 3 ആണ്. സോ ദാറ്റ് ഈസ് 4. സോ 7,4 മിനിമം വാല്യൂ എന്താണ്? 4. സോ ഓൾറെഡി ഉണ്ടായിരുന്ന 7 ആയിരുന്നു, അത് മാറി 4 ആയി. ദെൻ ഇ മിനിമം ഓഫ് ഇയുടെ ഓൾഡ് വാല്യൂ ഇൻഫിനിറ്റീവ് ആയിരുന്നു. ദെൻ 1 പ്ലസ് എ ടു ഇ സോറി സി ടു ഇ വാല്യൂ 4 ആണ്. സോ ഹിയർ സം ഈസ് 5, മിനിമം വാല്യൂ ഈസ് 5, ഇയുടെ വാല്യൂ 5 ആണ്. ദെൻ എഫ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ മിനിമം ഓഫ് ഇൻഫിനിറ്റീവ് പ്ലസ് കോമ 1 പ്ലസ് സിയിൽ നിന്ന് എഫിലോട്ട് പോകുന്ന വാല്യൂ 3 ആണ്. സോ ടോട്ടൽ ഈസ് 4. സോ ഇൻഫിനിറ്റി 4 ഈസ് ദ മിനിമം വാല്യൂ. സോ എയുടെ വാല്യൂ 4, ഇയുടെ വാല്യൂ 5, എഫിൻ്റെ വാല്യൂ 4. ഓക്കെ, എയുടെ വാല്യൂ 4, എഫിൻ്റെ വാല്യൂ 4, ഇയുടെ വാല്യൂ 5. അപ്പോൾ ഇതിലേതാണ് മിനിമം വാല്യൂ? ഹിയർ 2 വാല്യൂസ് മിനിമം ആയിട്ടുണ്ട്. അതിൽ നമ്മളിപ്പോൾ എഫ് എടുക്കുവാണ്. ദാറ്റ് മീൻസ് ബിയിൽ നിന്ന് നമ്മൾ ഡയറക്ഷൻ ഫോർവേഡിലോട്ട് പോകുന്നത് കൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് എഫ് എടുക്കുവാണ്. സോ എഫ് ഈസ് ദ ന്യൂ പെർമനൻറ്റ് വൺ. സ്മോളസ്റ്റ് ലേബിൾ 4 ആണ്. 2 4 ഉണ്ട്, അതിൽ 1 നമ്മൾ സെലക്ട് ചെയ്തു. സോ ന്യൂ പെർമനൻറ്റ് വൺ ഈസ് 4, ദാറ്റ് ഈസ് എഫ്. സോ അഗെയിൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഓരോ തവണ നമ്മൾ ഒരു പെർമനൻറ്റ് സെലക്ട് ചെയ്യുമ്പോഴും ആ പെർമനൻറ്റ്
നമ്മുടെ ടാർജറ്റ് വോർട്ടെക്സ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ടാർജറ്റ് വോർട്ടെക്സ് ജി ആണോ, അത് ഇതുവരെ നമ്മൾ റീച്ച് ചെയ്തിട്ടില്ല. സോ വി ഹാവ് ടു കണ്ടിന്യൂ ദ ഇറ്ററേഷൻ. സോ നെക്സ്റ്റ് ഈസ് എഫ്. എഫിൻ്റെ വാല്യൂ 4. ഓക്കെ, നെക്സ്റ്റ് ഐ ഈസ് എഫ്. ദെൻ നെക്സ്റ്റ് ജെസ് ആർ. എഫിൻ്റെ നൈബേഴ്സ് ആരൊക്കെയുണ്ട്? ഇ, ജി, ഡി. ഇ, ജി, ഡി. ഓക്കെ, സോ ഫസ്റ്റ് മിനിമം ഓഫ് ഇ എടുക്കുകയാണെങ്കിൽ, മിനിമം ഓഫ് ഇക്ക് നമുക്കിപ്പോൾ കൊടുത്തിട്ടുള്ള ഓൾഡ് വാല്യൂ 5 ആയിരുന്നു, കോമ എഫിൻ്റെ വാല്യൂ 4 പ്ലസ് എഫ് ടു ഇ 4. ഓക്കെ, സോ ഹിയർ മിനിമം ഈസ് 5. സോ ഇയുടെ വാല്യൂ 5 തന്നെയാണ്. നെക്സ്റ്റ് ജി കൺസിഡർ ചെയ്യുവാണെങ്കിൽ മിനിമം ഓഫ് ഇൻഫിനിറ്റീവ് കോമ 4 പ്ലസ് എഫിൽ നിന്ന് ജിയിലോട്ട് പോകുന്ന വാല്യൂ എഫ് ടു ജി 7 ആണ്. സോ ദിസ് ഈസ് മിനിമം വാല്യൂ 11. സോ ജിയുടെ വാല്യൂ 11. ദെൻ ടി മിനിമം ഓഫ് ഇൻഫിനിറ്റി കോമ 4 പ്ലസ് എഫിൽ നിന്ന് ഡിയിലോട്ട് പോകുന്ന വാല്യൂ 10 ആണ്. സോ ദിസ് 14 ഈസ് ദ മിനിമം. സോ ന്യൂ വാല്യൂ ഈസ് 14. ഓക്കെ, ഇയുടെ വാല്യൂ ഓൾഡ് വാല്യൂ തന്നെയാണ് 5, ജി 11, ഡി 14. ഓക്കെ, സോ ഹിയർ ഡി 14, ഇ 5, ജി 11. സെക്കൻഡ് സ്റ്റെപ്പിൽ ഇനി ഉള്ളതിൽ ഏതാണോ, ഇനി ഉള്ള വാല്യൂസിൽ ഏതാണോ മിനിമം നമ്മൾ ചെക്ക് ചെയ്യുക. ഇനിയുള്ള വാല്യൂസിൽ നമുക്ക് 4 ഉണ്ട്, 14 ഉണ്ട്, 5 ഉണ്ട്, 11 ഉണ്ട്. ഓക്കെ, അതായത് പെർമനൻ്റ് ആയിട്ട് സെലക്ട് ചെയ്യാത്തവരെ വേണം നമ്മൾ നോക്കാൻ. അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പെർമനൻ്റ് ആയിട്ട് ഉള്ളവരെ ഓരോ തവണ പെർമനൻ്റ് ആകുമ്പോഴും സ്ക്വയറിൽ എൻക്ലോസ് ചെയ്യുന്നത്. സോ ദിസ് 4 is the minimum. So here 4 is selected as a new permanent one. That is A. Value is 4. Okay. So I is A. Aയുടെ നൈബേഴ്സ് ആയിട്ട് വരുന്നത് ഡി വരുന്നുണ്ട്, ദെൻ ഇ വരുന്നുണ്ട്, നെക്സ്റ്റ് ഓക്കെ എയിൽ നിന്ന് ഡിയും ഇയും മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, സോ ഡി നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ മിനിമം ഓഫ് ഡിയുടെ ഓൾഡ് വാല്യൂ 14 ആണ്, കോമ എയുടെ വാല്യൂ 4 പ്ലസ് എ ടു ഡി. എയിൽ നിന്ന് ഡിയിലോട്ട് പോകുന്ന 8 ആണ്, എ ടു ഡി 8 ആണ്. സോ ഹിയർ ദ മിനിമം വാല്യൂ ഈസ് 12. സോ ഡിയുടെ ന്യൂ വാല്യൂ 14 മാറി 12 ആയി. നെക്സ്റ്റ് ഇ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ മിനിമം ഓഫ് 5 പ്ലസ് 4 പ്ലസ് 5 കോമ 4 പ്ലസ് എയിൽ നിന്ന് ഇയിലോട്ട് പോകുന്ന വാല്യൂ 2, that is 6. So here minimum is 5 all. So Dയുടെ ന്യൂ വാല്യൂ 12, ഇയുടെ വാല്യൂ 5 തന്നെ. ആൻഡ് ഹിയർ ഇൻ ദ സെക്കൻഡ് സ്റ്റെപ്പ് among the values 12, 5, 11, minimum is 5. So 5 is selected as a new permanent one, that is E. So the next I is E and J's are ഇയിൽ നിന്ന് 2. ഇയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന എഡ്ജായിട്ട് നമുക്കിവിടെ ജി മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ മിനിമം ഓഫ് ഇയുടെ വാല്യൂ 5, സോറി ജിയുടെ ഓൾഡ് വാല്യൂ 11, ഇയുടെ വാല്യൂ 5 പ്ലസ് ഇ ടു ജി. ഇയിൽ നിന്ന് ജിയിലോട്ട് പോകുന്ന ഡിസ്റ്റൻസ് 2, ദാറ്റ് ഈസ് 7.
ഹിയർ ദ മിനിമം വാല്യൂ 7. സോ ജിയുടെ മിനിമം വാല്യൂ 11 മാറി 7 ആയി. ജിയുടെ മിനിമം വാല്യൂ 7 ആയി. ഓക്കെ, ദ നെക്സ്റ്റ് നമുക്ക് ടെമ്പററി ആയിട്ടുള്ള 12ഉം 7 മാത്രമേ ഉള്ളൂ. സോ 7 is the lowest value. It is selected as the permanent and is the source. It is the target one. ടാർജറ്റിന് നമ്മൾ പെർമനൻ്റ് ആയിട്ട് സെലക്ട് ചെയ്തു, അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. സോ ജിക്ക് നമുക്ക് ടാർജറ്റ് ജി ആയിരുന്നു, അയാളെ നമുക്ക് പെർമനൻ്റ് ആയിട്ട് സെലക്ട് ചെയ്തപ്പോൾ അയാളുടെ വാല്യൂ 7 ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, നമ്മൾ ഫിഗർ നോക്കുമ്പോൾ ദിസ് ഈസ് ബി ആൻഡ് ദിസ് ഈസ് ജി. സോ അവിടെ 7 കിട്ടണമെങ്കിൽ നമ്മുടെ പാത്ത് എന്ന് പറയുന്നത് this one, that is 1 plus 4 plus 2, that is 7. ഓക്കെ, സോ ബി ടു ജിയുടെ ഉള്ള ഷോർട്ടസ്റ്റ് പാത്ത് ഇതാണ്. നമ്മൾ ആ ഡിസ്റ്റൻസിനെ ബേസ് ചെയ്ത് ബിയിൽ നിന്ന് ജിയിലോട്ട് എത്തുന്ന ഓരോ എഡ്ജസ് നോക്കിയിട്ടാണ് ആ ഒരു പാത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ദ ഡിജിറ്റൽ അൽഗോരിതം വിൽ വർക്ക്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഇനിഷ്യലി ആരാണോ സോഴ്സ് വേർട്ടെക്സ് അയാൾക്ക് 0 കൊടുക്കുക, റിമൈനിങ് എല്ലാം ഇൻഫിനിറ്റി കൊടുക്കുക. ദെൻ ഓരോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ആരാണോ നമ്മുടെ പെർമനൻ്റ് ആയിട്ടുള്ളത് അവരുടെ ഇമ്മീഡിയറ്റ് നൈബേഴ്സിനെ ഡയറക്ഷൻ നോക്കി കണ്ടുപിടിക്കുക. ദെൻ മിനിമം ഓഫ് നമ്മുടെ നൈബറായിട്ടുള്ള അയാളുടെ വാല്യൂ കോമ നമ്മുടെ പെർമനൻറ്റിൻ്റെ വാല്യൂ പ്ലസ് പെർമനൻറ്റിൽ നിന്ന് നൈബറിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വാല്യൂ. അപ്പോൾ അതിലേതാണോ മിനിമം അതായിരിക്കും ന്യൂ ടെമ്പററി ലേബിളായിട്ട് അസൈൻ ചെയ്യുന്നത്. ദെൻ ബാക്കിയുള്ള വേർട്ടിസസിൻ്റെ എല്ലാം, അതായത് നൈബേഴ്സ് അല്ലാത്ത വേർട്ടിസസിൻ്റെ എല്ലാം നേരത്തെ ഉണ്ടായിരുന്ന വാല്യൂ എന്താണോ അത് തന്നെയായിരിക്കും ന്യൂ ടെമ്പററി ലേബിളായിട്ട് നമ്മൾ അസൈൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ പെർമനൻ്റ് അല്ലാത്ത ഏതൊക്കെ വാല്യൂസ് ഉണ്ടോ അതിൽ ഏറ്റവും മിനിമം ആയിട്ടുള്ള ആളെയായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഈ 2 സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്ത് ഫൈനലി നമുക്ക് എപ്പോഴാണോ ടാർഗറ്റ് വേർട്ടെക്സ് കിട്ടുന്നത് പെർമനൻ്റ് ആയിട്ട് ആ സമയത്ത് നമ്മളിത് സ്റ്റോപ്പ് ചെയ്യും. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ദ ഫ്ലോ ചാർട്ട്. ഓക്കെ, സോ ഹിയർ ഫസ്റ്റ് വി ഹാവ് ടു റീഡ് ദ ടി. ഡി ഈസ് ദ n by n മാട്രിക്സ്. ഇവിടെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ടി എടുത്തെഴുതേണ്ട കാര്യമില്ല, ഗ്രാഫ് നോക്കി തന്നെയാണ് മുമ്പോട്ട് പോയത്. ഓക്കെ, അപ്പം നമ്മൾ ആ ഡിയും കൂടെ എഴുതുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഡിസ്റ്റൻസ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഗ്രാഫ് നോക്കി കണ്ടുപിടിച്ചു. ദെൻ സോ വി ഹാവ് ടു റീഡ് ഡി എൻ എസ് ടി. എസ് ഈസ് ദ സോഴ്സ് വേർട്ടെക്സ്, ടി ഈസ് ദ ടാർഗറ്റ് വേർട്ടെക്സ് ആൻഡ് ലേബിൾ ഈക്വൽ ടു ഇൻഫിനിറ്റീവ്. ഇനിഷ്യലി എല്ലാത്തിൻ്റെയും ലേബിൾ നമ്മൾ ഇൻഫിനിറ്റിയായി സെറ്റ് ചെയ്യുക. ദെൻ ലേബിൾ ഓഫ് എസ് ഈക്വൽ ടു 0, അതായത് സോഴ്സ് വേർട്ടെക്സിൻ്റെ ലേബിൾ മാത്രം നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്യുക. ദെൻ വെക്റ്റ് ഈക്വൽ ടു 0. വെക്റ്റ് മീൻസ് ഇറ്റ് ഇസ് എൻ വെക്റ്റർ വിച്ച് കൺസിസ്റ്റിംഗ് ഓഫ് n വേർട്ടിസസ്. നമുക്ക് എത്ര വേർട്ടിസസ് ഉണ്ടോ അത്രയും എൻട്രീസ് ആ വെക്റ്ററിൽ കാണും. ഇനി ഏത് വേർട്ടെക്സ് ആണോ നമ്മൾ പെർമനൻറ്റ് ലേബിളായിട്ട് അസൈൻ ചെയ്യുന്നത് കറസ്പോണ്ടിങ് വെക്റ്ററിലെ ആ പൊസിഷൻ നമ്മൾ 1 ആക്കും. അതായത് നമുക്കിപ്പോൾ 5 വേർട്ടിസസ് ആണെങ്കിൽ നമ്മുടെ വെക്റ്ററിലും 5 പൊസിഷൻസ് കാണും, 1 2 3 4 5. ഇനി ഏത് വേർട്ടെക്സ് ആണോ നമ്മൾ പെർമനൻ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് ആ വാല്യൂ ഇനിഷ്യലി എല്ലാ വാല്യൂവും 0s ആയിരിക്കും. ബൈനറി വെക്റ്ററാണ്, ദാറ്റ് മീൻസ് വാല്യൂ 0 1. ഇനി എപ്പോഴാണോ ഒരാൾ 1 പെർമനൻ്റ് ആവുന്ന ആ കേസിൽ അയാളെ 1 ആക്കി സെറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഐ ഈക്വൽ ടു എസ്, അതായത് ഫസ്റ്റ് നമ്മുടെ പെർമനൻറ്റ് വേർട്ടെക്സ്. ഇവിടെ പെർമനൻറ്റ് വേർട്ടെക്സിനെ നമ്മൾ ഐ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്ന ആദ്യത്തെ സോഴ്സ് വേർട്ടെക്സ് ആണ് നമ്മുടെ പെർമനൻറ്റ് വേർട്ടെക്സ്. സോ എസിനെ നമ്മൾ ഐയിലോട്ട് അസൈൻ ചെയ്തു. ദെൻ എന്താ, ഇത് പെർമനൻ്റ് ആയതുകൊണ്ട് അയാളുടെ വെക്റ്റ് ഓഫ് എസ് എന്താക്കി മാറ്റി, 1 ആക്കി സെറ്റ് ചെയ്തു. എസിന് കറസ്പോണ്ടിങ് ആയിട്ട് വെക്റ്ററിൽ ബിറ്റ് കറസ്പോണ്ടിങ് 1 ആക്കി സെറ്റ് ചെയ്തു. ദെൻ ജെ ഈക്വൽ ടു 1. ജെ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ വേർട്ടെക്സ് മുതൽ എന്ത് വേർട്ടെക്സ് വരെ നമ്മളിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ചെക്ക് ചെയ്യുമ്പോൾ അതൊരു പെർമനൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ അയാളുടെ ലേബിൾ നമ്മളിങ്ങനെ അസൈൻ ചെയ്തുകൊണ്ടേയിരിക്കണം. ദെൻ എം ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പോൾ നമ്മൾ ഈ 2 സ്റ്റെപ്പിലായിട്ട് ചെയ്ത പ്രോസസ്സ് ഓക്കെ നമ്മൾ ഫ്ലോ ചാർട്ടിൽ പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്ന നമുക്ക് പെർമനൻറ്റ് കുറേ ടെമ്പററി വാല്യൂസ് അസൈൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ 5 4 11 എന്ന് പറഞ്ഞ് വാല്യൂസ് അസൈൻ ചെയ്തു. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ ഇതിൽ ആരാണോ മിനിമം അയാളെ നമ്മൾ പെർമനൻ്റ് ആയിട്ട് സെലക്ട് ചെയ്തു. ഓക്കെ,
ഇവിടെ ഈ പറയുന്ന പെർമനൻ്റായിട്ട് സെലക്ട് ചെയ്യുന്ന ആളുടെ വാല്യൂ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എം എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇനിഷ്യലി എം ഇൻഫിനിറ്റീവായിട്ട് സെറ്റ് ചെയ്തു. ഓക്കെ, ജെ ഈക്വൽ ടു 1 ദാറ്റ് ഈസ് ഫസ്റ്റ് വേർട്ടെക്സ് എടുത്തു. ദെൻ വി ഹാവ് ടു ചെക്ക്, ആദ്യം നമ്മളൊരു വേർട്ടെക്സ് എടുക്കുമ്പോൾ അത് വെക്റ്റർ ഓഫ് ജെ ഈക്വൽ ടു 1 ആണോ ചെയ്യുക. വെക്റ്റർ ഓഫ് ജെ ഈക്വൽ ടു 1 മീൻസ് ഇത് ഓൾറെഡി പെർമനൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. പെർമനൻ്റ് ആണെന്നുണ്ടെങ്കിൽ that means if vector of j equal to 1 means j is permanent, we have to move downward. j equal to n, j last vertex ആണോ നോക്കുക. j last vertex അല്ലെങ്കിൽ അടുത്ത jനെ സെലക്ട് ചെയ്യുക. ദാറ്റ് മീൻസ് ഓരോ തവണ j എടുക്കുമ്പോൾ അത് പെർമനൻ്റ് ആണോ നോക്കുക. പെർമനൻ്റ് ആണെന്നുണ്ടെങ്കിൽ അയാൾ ലാസ്റ്റ് വൺ ആണോ നോക്കുക. ലാസ്റ്റ് വണ്ണ് അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ആളെ സെലക്ട് ചെയ്യുക. ലാസ്റ്റ് വൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അയാളെ പെർമനൻ്റ് ആയിട്ട് നമ്മൾ അസൈൻ ചെയ്തിട്ട് അതിനെ നമ്മൾ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പം നമ്മൾ വെക്റ്റർ ഓഫ് ജെ ഈസ് നോട്ട് ഈക്വൽ ടു 1, ദാറ്റ് മീൻസ് ഇറ്റ്സ് നോട്ട് കൺസിഡർഡ് എസ് എ പെർമനൻറ്റ് വൺ. അപ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്, അയാൾക്കൊരു ന്യൂ ലേബിൾ അസൈൻ ചെയ്ത് കൊടുക്കണം. അതിന് നമ്മുടെ ആ ഇക്വേഷനിലെ രണ്ടാമത്തെ വാല്യൂ ദാറ്റ് ഈസ് ലേബിൾ ഓഫ് ഐ പ്ലസ് ഡി ഓഫ് ഐ ജെ ഈക്വൽ ടു ഇസഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ഈസ് ഇസഡ് ഈസ് ദ new value and this is the old value. Okay, is z less than ലേബിൾ ഓഫ് ജെ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത ന്യൂ വാല്യൂ, അതായത് നമ്മളൊരു ഇക്വേഷൻ യൂസ് ചെയ്തല്ലോ, മിനിമം ഓഫ് ഓൾഡ് വാല്യൂ ഓഫ് ജെ പ്ലസ് ഐ പ്ലസ് ഡി ഓഫ് ഐ ജെ. അപ്പോൾ ഈ വാല്യൂ ആണ് ഇസഡ്. അപ്പോൾ നമ്മുടെ ഇസഡ് വാല്യൂ ലെസ് ദാൻ ലേബിൾ ഓഫ് ജെ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ദാറ്റ് മീൻസ് ന്യൂ വാല്യൂ ആണോ ലെസ് എന്ന് ചെക്ക് ചെയ്യുക. ന്യൂ വാല്യൂ ആണ് ലെസ് എങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്, നമ്മുടെ എടുത്ത ജെയുടെ വാല്യൂ എന്ന് പറയുന്ന ഓൾഡ് വാല്യൂ മാറ്റി ഈ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ഇട്ട് കൊടുക്കും. അതായത് ഇതിനകത്ത് ആരാണോ മിനിമം, ഇയാളാണ് മിനിമം എങ്കിൽ ഓൾഡ് വാല്യൂ മാറ്റി ഇയാളാക്കത്തില്ലേ. സോ ഇസഡ് ഈസ് മിനിമം, വി ഹാവ് ടു റീപ്ലേസ് ദ ഓൾഡ് വാല്യൂ. ഓൾഡ് വാല്യൂ മീൻസ് ലേബിൾ ഓഫ് ജെ, അത് മാറ്റി ഇസഡ് ആക്കുക. ഓക്കെ, അപ്പം ഈ ഒരു ഇത്രയും പോർഷൻ വഴി നമ്മൾ ചെയ്യുന്നത് ആ മിനിമം ഓഫ് എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് ഏതാണോ മിനിമം അതെടുത്ത് നമ്മൾ ടെമ്പററി ലേബിളായിട്ട് അസൈൻ ചെയ്യും. ഓക്കെ, ദെൻ ഇപ്പോൾ ഇഫ് ഇസഡ് നോട്ട് ലെസ് ദാൻ ആണെങ്കിൽ, അതായത് ഇതാണ് ലെസ് വാല്യൂ എങ്കിൽ എന്താ, ഡയറക്റ്റ് നമ്മൾ ഇങ്ങോട്ട് പോകും. അതായത് ജെയിലിരുന്ന വാല്യൂ എന്താണോ അത് തന്നെയായിരിക്കും പുതിയ ലേബിൾ വാല്യൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു പോർഷൻ വഴി പെർമനൻറ്റ് വാല്യൂസിനെ അല്ലെങ്കിൽ ഈ നമ്മൾ സെലക്ട് ചെയ്യുന്ന ടെമ്പററി വാല്യൂസിലെ ഏറ്റവും മിനിമം വാല്യൂവിനെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അതായത് സെക്കൻഡ് സ്റ്റെപ്പാണ് ഇവിടെ ചെയ്യുന്നത്. ഈസ് ലേബിൾ ഓഫ് ജെ ഗ്രേറ്റർ ദാൻ എം. എമ്മിൽ നമ്മൾ ആദ്യമേ ഒരു ഇൻഫിനിറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫോർ സപ്പോസ് ജെക്ക് നമുക്ക് കിട്ടിയത് 2 ആണെന്ന് നോക്കാം. 2 ഗ്രേറ്റർ ദാൻ എം ആണെന്ന് നോക്കാം. 2 എന്തായാലും ഇൻഫിനിറ്റിയെക്കാട്ടി ഗ്രേറ്റർ ആയിരിക്കത്തില്ല ഇനിഷ്യൽ കേസിൽ. ഓക്കെ, 2 ഗ്രേറ്റർ ദാൻ എം ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് കേസിൽ എന്തായാലും ഇൻഫിനിറ്റിയെക്കാട്ടി 2 ഗ്രേറ്റർ ആയിരിക്കില്ല. സോ ആ കേസിൽ നമ്മൾ താഴോട്ട് വന്നിട്ട് എമ്മിൽ ആ ലേബിൾ ദാറ്റ് ഈസ് 2 അസൈൻ ചെയ്യും. ദെൻ പെർമനൻ്റ് ആയിട്ട് നമ്മൾ ആ ഒരു വേർട്ടെക്സ്, ഏത് വേർട്ടെക്സ് ആണ്, സപ്പോസ് ഫസ്റ്റ് വേർട്ടെക്സ് ആണെങ്കിൽ അതിൽ പെർമനൻ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടെ വർക്ക് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പം ടോട്ടൽ ഒരു 1 2 3 4 വേർട്ടക്സസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ആളാണ് സോഴ്സ് വേർട്ടെക്സ് എങ്കിൽ സെക്കൻഡ് ആളുടെ വാല്യൂ നമുക്കിപ്പോൾ ഒരു 4 കിട്ടി. അതിൻ്റെ ലേബിൾ നമുക്ക് 4 കിട്ടി. അപ്പം ഇനിഷ്യലി നമ്മുടെ എമ്മിലിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റീവ് ആയിരുന്നു. ഇൻഫിനിറ്റിയെക്കാട്ടി 4 ലെസ് ആണ്. സോ ഈ 4നെ നമ്മൾ എം ആയിട്ടും അതുപോലെ പി ആയിട്ട് നമ്മൾ ഈ 2നെ സെലക്ട് ചെയ്തു. ഇനി രണ്ടാമത് നമ്മൾ 3ലോട്ട് മൂവ് ചെയ്യുകയാണ്. 3ലോട്ട് മൂവ് ചെയ്തപ്പോൾ അതിൻ്റെ ന്യൂ ലേബിൾ നമുക്ക് കിട്ടിയത് 5 ആണ്. അപ്പോൾ എന്തായിരിക്കും, നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യും ഇഫ് 5 ഗ്രേറ്റർ ദാൻ 4. ഓക്കെ, ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, എമ്മിലിരിക്കുന്ന താഴോട്ട് വരത്തില്ല, താഴോട്ട് വരത്തില്ല മീൻസ് എമ്മിലിരിക്കുന്നത് 4ഉം പിയിലിരിക്കുന്നത് 2 ആയിരിക്കും.
നെക്സ്റ്റ് നമ്മൾ ഐട്രേഷനിൽ ഇവിടെ വരും. ഇയാളുടെ വാല്യൂ 3 ആണെന്ന് നോക്കുമ്പോൾ 3 ഗ്രേറ്റർ ദാൻ എമ്മിലിരിക്കുന്ന വാല്യൂ 4 ആണെന്ന് നോക്കും. 3 ഗ്രേറ്റർ ദാൻ അല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? താഴോട്ട് വന്ന് എമ്മിൻ്റെ വാല്യൂ 3 ആക്കും. ദെൻ പി എന്ന് പറയുന്നത് ഇപ്പോൾ ആളുടെ വാല്യൂ ആണ് എമ്മിലോട്ട് ആക്കിയത്, അയാളിലോട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, അതായത് നമുക്ക് ഓരോ തവണയും കിട്ടുന്ന ലേബൽ വാല്യൂസിൽ കിട്ടിയ ലേബൽ വാല്യൂ ആണോ അതോ ഓൾറെഡി അവിടെ നമ്മൾ സ്മോൾ ആളെ ഇങ്ങനെ സേവ് ചെയ്ത് പോകും. സ്മോൾ വാല്യൂസിനെ നമ്മൾ എമ്മിലോട്ട് സേവ് ചെയ്ത് പോകും. അപ്പോൾ പുതിയ കാൽക്കുലേറ്റഡ് ടെമ്പററി വാല്യൂസ് വരുമ്പോൾ ആ കാൽക്കുലേറ്റഡ് വാല്യൂ ആണോ അതോ നേരത്തെ എമ്മിലിരുന്ന നേരത്തെ ഉള്ള വേർട്ടക്സിൻ്റെ വാല്യൂ ആണോ ചെറുന്ന് നോക്കി, അതായത് ഓരോ തവണ നമ്മൾ ഓരോ വേർട്ടക്സ് എടുത്ത്, ദാറ്റ് മീൻസ് ഇപ്പം നമ്മളിവിടെ സീനെ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തു, ടെമ്പററി പെർമനൻ്റ് ആയിട്ട് സെലക്ട് ചെയ്തു. ദെൻ സിയുടെ ഓരോ ഇമ്മീഡിയറ്റ് നൈബേഴ്സിൻ്റെ വാല്യൂസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പോൾ ഓരോ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴും ചെറിയ ആളുകളെ എമ്മിലോട്ടും അസൈൻ ചെയ്യും, അയാളുടെ വേർട്ടക്സിനെ പെർമനൻറ്റിലോട്ടും അസൈൻ ചെയ്യും. അപ്പോൾ ആദ്യമേ 4 അസൈൻ ചെയ്തു, ദെൻ പെർമനൻ്റ് ആയിട്ട് എ അസൈൻ ചെയ്യും. നെക്സ്റ്റ് 5 വരുമ്പോൾ 5 ഈ 4നേക്കാട്ട് ഗ്രേറ്റർ ആയതുകൊണ്ട് ഇത് അതേപോലെ തന്നെ ഇരിക്കും. നെക്സ്റ്റ് 4 വീണ്ടും വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ആദ്യം രണ്ടും സെയിം ആയതുകൊണ്ട് വീണ്ടും ഈ 4 കൊടുത്തിട്ട് എമ്മിലോട്ട് ആദ്യം ആഡ് ചെയ്യുന്നത് നമ്മൾ 4 ആഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഇവിടെ 3 ആയിരുന്നു വാല്യൂ എങ്കിൽ ഈ എമ്മിലോട്ട് വീണ്ടും നമ്മൾ 3 ആഡ് ചെയ്യും. ദെൻ പി എന്ന് പറയുന്നത് എ മാറി എന്താവും? എഫ് ആയേനെ. ഓക്കെ, സോ ഫൈനലി എമ്മിൽ വരുന്നത് ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂവും കറസ്പോണ്ടിങ് പെർമനൻ്റിൽ വരുന്ന അയാളുടെ കറസ്പോണ്ടിങ് വേർട്ടക്സ് വരുന്നു. അതായത് ഈ 2 സ്റ്റെപ്പ് വഴി നമ്മൾ പെർമനൻ്റ് ആളെ ലാസ്റ്റ് ഫൈനലൈസ് ചെയ്യും. ഓക്കെ, സോ ആ സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ന്യൂ വാല്യൂവും കണ്ടുപിടിച്ചു, അതോടൊപ്പം തന്നെ പെർമനൻറ്റിനെയും കൂടെ കണ്ടുപിടിച്ച് പോവുകയാണ്. അതായത് നമ്മൾ സ്റ്റെപ്പ് വൈസ് ചെയ്യുമ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യുന്ന കാര്യം അൽഗോരിതത്തിൽ കൂടെ തന്നെ ചെയ്തു പോകുന്നു. ഓക്കെ, ദെൻ ഇവിടെ എത്തി ജെ ഈക്വൽ ടു എൻ, അതായത് നമ്മളിപ്പോൾ എടുത്ത ജെ ലാസ്റ്റ് വേർട്ടക്സ് ആണോ നോക്കുക, അല്ലെങ്കിൽ വീണ്ടും ഓരോരോ വേർട്ടക്സ് എടുക്കുക. ഇൻ കേസ് നമ്മളെടുത്ത ജെ ലാസ്റ്റ് വേർട്ടക്സ് ആണെങ്കിൽ എന്താ, അയാളുടെ ലാസ്റ്റ് വേർട്ടക്സ് ആണെന്നുണ്ടെങ്കിൽ ഏതാണോ നമുക്കിപ്പോൾ ഫൈനലി പി ആയിട്ട് ഇരിക്കുന്നത്, പെർമനൻ്റ് ആണ്, അയാളുടെ വെക്റ്റിലെ വാല്യൂ 1 ആക്കുക, അയാളെ നെക്സ്റ്റ് ഐ ആയിട്ട് സെലക്ട് ചെയ്യുക. ദെൻ നമുക്ക് കിട്ടിയ പെർമനൻറ്റ് ടാർഗറ്റ് വേർട്ടക്സ് ആണോ നോക്കുക. ടാർഗറ്റ് വേർട്ടക്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രൊസീജിയേഴ്സ് എല്ലാം വീണ്ടും ഐട്രേറ്റീവായിട്ട് ചെയ്യുക. നമുക്കിപ്പോൾ കിട്ടിയ പി എന്ന് പറയുന്ന ടാർഗറ്റ് വേർട്ടക്സ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ താഴോട്ട് വന്ന് അതിൻ്റെ ലേബിൾ പ്രിൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സോഴ്സ് വേർട്ടക്സ് ആൻഡ് ദ ടാർഗറ്റ് വേർട്ടക്സ്. ഇങ്ങനെയാണ് ഈ ആൽഗോരിതത്തിന് ഫ്ലോ ചാർട്ടിൻ്റെ വാക്കി. ഓക്കെ, സോ ഹിയർ ഫസ്റ്റ് നമ്മൾ ലേബിൾ ഇൻഫിനിറ്റി സെറ്റ് ചെയ്യുക, സോഴ്സ് വേർട്ടക്സിൻ്റെ മാത്രം ലേബിൾ 0 സെറ്റ് ചെയ്യുക. ദെൻ ജെ ഈക്വൽ ടു 1 to n മീൻസ് ആദ്യം മുതൽ ലാസ്റ്റ് വരെയുള്ള വേർട്ടീസസ് കൺസിഡർ ചെയ്യുക. എടുക്കുമ്പോൾ അത് ഓൾറെഡി പെർമനൻ്റ് ആണെന്നുണ്ടെങ്കിൽ അയാളെ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. പെർമനൻ്റ് ആവാത്ത എല്ലാവരുടെയും ഡി ഓഫ് ഐ ജെ പ്ലസ് ലേബിൾ ഓഫ് ഐ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദെൻ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ആരാണോ സ്മോളർ അത് ലേബിൾ ഓഫ് ജെയിൽ കൊണ്ടുവരിക. ദെൻ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്ന വാല്യൂ, ഫോർ എക്സാമ്പിൾ 1 2 3 4 5 ആൻഡ് ദിസ് ഈസ് ദ പെർമനൻറ്റ് വൺ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തു. ആദ്യം ഇയാളെ സെലക്ട് ചെയ്തു, അയാളുടെ വാല്യൂ എമ്മിലോട്ട് സ്റ്റോർ ചെയ്യും. രണ്ടാമത് ഇയാളെ സെലക്ട് ചെയ്യുമ്പോൾ അയാളുടെ കാൽക്കുലേറ്റഡ് വാല്യൂ ആണ് ഇയാളെ കാട്ടിയും, അതായത് ഇയാൾക്ക് നമ്മൾ ലേബിൾ അസൈൻ ചെയ്തോട്ട് 4, അടുത്ത ഇയാൾക്കൊരു ലേബിൾ അസൈൻ ചെയ്യുമ്പോൾ 3 ആണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ 3 ആയി, പിയിലോട്ട് ഈ 3 വരും. നെക്സ്റ്റ് ഇവിടെ നമ്മൾ 1 എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ എമ്മിൻ്റെ വാല്യൂ 1 ആവും, പി എന്ന് പറയുന്നത് ഇയാളാവും. നെക്സ്റ്റ് ഇയാളുടെ വാല്യൂ നമുക്കിപ്പോൾ 8 കിട്ടി. അപ്പോൾ എന്തായിരിക്കും, അപ്പം എമ്മിലോട്ട് 8 വരില്ല, ഏറ്റവും ചെറിയ വാല്യൂ ആയിരിക്കും എമ്മിലോട്ട് അസൈൻ ചെയ്യുന്നു. സോ ഫൈനലി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എമ്മിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള 1ഉം ദെൻ കറസ്പോണ്ടിങ് പിയിൽ ഈ 4ഉം ആയിരിക്കും വരുന്നത്. ഓക്കെ, ദെൻ ഓരോ വേർട്ടീസസും എടുക്കുക, ലാസ്റ്റ് വേർട്ടക്സ് ആവുന്നവരെ ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുക.
ലാസ്റ്റ് വേർട്ടെക്സ് ആകുമ്പോൾ ഏതാണോ പെർമനൻറ്റ് അയാളുടെ വെക്റ്റ് വാല്യൂ 1 ആക്കുക, അയാളെ നെക്സ്റ്റ് പെർമനൻറ്റ് ഐ ആയിട്ട് സെലക്ട് ചെയ്യുക. ഇൻ കേസ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് പി ടാർജറ്റ് ആയെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പ്രൊസീജിയർ വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. സോ ഇങ്ങനെയാണ് നമ്മൾ ഷോർട്ടസ്റ്റ് പാത്ത് ബിറ്റ്വീൻ എ സോഴ്സ് ആൻഡ് ടാർജറ്റ് വേർട്ടെക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഐ തിങ്ക് all of you will understand. Thank you.